ഗുഡ് മോർണിംഗ്. ഞാനൊരു നല്ല ടോപ്പിക്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്ക് ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്താണെന്നറിയോ? രാവിലെ എണീറ്റുള്ള ആ വോക്കൽ ടോൺ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് പക്ഷേ എല്ലാ പ്രോജക്റ്റിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, MRF പെയിൻസിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു ആഡ് ഉണ്ട്. മനം മയക്കും വർണ്ണങ്ങൾ, മനസ്സ് നിറയും മനോഹാരിത, ഹൃദയം തുടിക്കും സൗന്ദര്യം. ഇത് ആക്ച്വലി കുറച്ച് ഓവറായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. കുറച്ച് ഓവർ ആയാലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന കണക്ക്. കാരണം നമ്മൾ സാധാരണ നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇത്രയും മനമയക്കും വർണ്ണങ്ങൾ ഇങ്ങനൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആ വിഷ്വൽസിന് ചേരുന്ന രീതിയിൽ എഴച്ചും കുറച്ച് സ്പീഡ് കൂട്ടിയൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ ആ വിഷ്വലിന്റെ കൂടെ ബ്ലെൻഡ് ആയി പോകുള്ളൂ. ഓക്കെ, വലിയ വലിയ ആക്ടേഴ്സ് പറയാറില്ലേ, രാവിലെ എണീറ്റ് ജസ്റ്റ് ബ്രഷ് ചെയ്ത് ഡബിങ്ങിന് പോകും. ബ്രഷ് ചെയ്യാതെ ഡബ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ. ബ്രഷ് ചെയ്തതിന് ശേഷവും ടോൺ ചെറുതായിട്ട് ചേഞ്ച് ആവാറുണ്ട്. അപ്പം ഞാൻ മിക്കവാറും ചില സമയത്ത് ബ്രഷ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് മൗത്ത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പോയി ഡബ് ചെയ്യാറുണ്ട്. ആ ടോൺ ആവശ്യമുള്ള പരിപാടികൾക്ക് വേണ്ടി മാത്രം. നമുക്ക് ആ ആഡ് ഒന്ന് കേട്ടാലോ? ഞാൻ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ രാവിലെ റെക്കോർഡ് ചെയ്ത ആഡാണ്. അതിന്റെ ഔട്ട് ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ ചുവരുകൾ കേൾക്കൂ ഒരു ഫാഷൻ ട്വിസ്റ്റ്. MRF പെയിന്റ്സ്, പെയിന്റ് ദാറ്റ് ഗുഡ് ലൈഫ്. പക്ഷേ രാവിലത്തെ ഈ ഹസ്കി ടോൺ ചേരാത്ത ഒരുപാട് വർക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഓഡിയോ ബുക്സിന്റെ റെക്കോർഡിംഗ് ആണെങ്കിൽ ഒട്ടും യോജിക്കില്ല. രാവിലത്തെ ഈ തൊണ്ട അടച്ചുള്ള ഈ ശബ്ദം പല ക്യാരക്ടേഴ്സും നമുക്ക് കറക്റ്റ് ഇമോഷൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഹൈ പിച്ച് പറയേണ്ട സ്ഥലത്തും പല ഇമോഷൻസ് കൊടുക്കേണ്ട സമയത്ത് പകല് നമ്മൾ ഒരു ഉച്ച സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ആ ഒരു ഫീല്, ആ ഒരു ഇമോഷൻ രാവിലത്തെ ആ ശബ്ദത്തിൽ കിട്ടില്ല. അതാണ് അതിന്റെ റീസൺ. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഈ ഏർലി മോർണിംഗിലെ ശബ്ദത്തിന്റെ ടോൺ നമുക്ക് പല അഡ്വർടൈസ്മെന്റ്സിനും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം പുതിയൊരു വിഷയമായിട്ട് ഞാൻ ഇനി വരാം.